വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ ജീവനക്കാർ നടത്തുന്ന പണിമുടക്ക് റവന്യൂ വകുപ്പ് ഓഫീസുകളിൽ പൂർണ്ണം. കളക്ടറേറ്റിൽ പ്രവർത്തനം ഭാഗികമായിരുന്നു. അതേസമയം 5 താലൂക്ക് ഓഫീസുകളിലും ജില്ലയിലെ വില്ലേജ് ഓഫീസുകളിലും പ്രവർത്തനം പൂർണ്ണമായും നിലച്ചു. മൃഗസംരക്ഷണം, കൃഷി വകുപ്പ് ഓഫീസുകളിലും പ്രവർത്തനം തടസ്സപ്പെട്ടു. അതേസമയം പണിമുടക്ക് സ്കൂളുകളെ നേരിട്ട് ബാധിച്ചിട്ടില്ല. പണിമുടക്ക് അവസാനിക്കാൻ 1 മണിക്കൂർ മാത്രം ശേഷിക്കെ പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ കൂട്ടായ്മയായ സെറ്റോ പ്രവർത്തകർ ഇപ്പോഴും ഉടുമ്പൻചോല താലൂക്ക് ഓഫീസിൽ പ്രതിഷേധിക്കുകയാണ്. അവിടെ നിന്നും ഞങ്ങളുടെ പ്രതിനിധി അനീഷ് പി ഇപ്പോൾ ചേരുന്നുണ്ട്. അനീഷ്, പണിമുടക്ക് അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ അനീഷ്? സംസ്ഥാന സർക്കാർ ജീവനക്കാർ ആഹ്വാനം ചെയ്ത പണിമുടക്ക്, സൂചനാ പണിമുടക്ക് ഇപ്പോൾ ജില്ലയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സംഘടനകളാണ് ഈ ഒരു പണിമുടക്കിന് ആഭിമുഖ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ ചേരുന്നത് പ്രതിപക്ഷ ജീവനക്കാരുടെ സംഘടനയുടെ കൂട്ടായ്മയുടെ ഒരു പ്രതിഷേധമാണ്. ഇവരോട് തന്നെ ചോദിക്കാം, ഏത് രീതിയിലാണ് ഈ സമരം പുരോഗമിക്കുന്നത്? ഈ ഒരു പണിമുടക്ക് സമരത്തിലേക്ക് നയിച്ച സാഹചര്യവും ഏതാണ്ട് 2019 മുതൽ സർക്കാർ ജീവനക്കാർ കിട്ടേണ്ടതായിട്ടുള്ള ലീവ് സാലറി ആനുകൂല്യങ്ങളടക്കം ഏതാണ്ട് 2021 മുതലുള്ള 6 ഗഡു ക്ഷാമബത്ത ഏതാണ്ട് 19%. അതുപോലെ തന്നെ 2019 നടത്തിയിരിക്കുന്ന പേ റിവിഷന്റെ അരിയർ അത് 4 ഗഡുക്കളായിട്ട് തരുമെന്ന് പറഞ്ഞിരുന്നു. അത് തന്നിട്ടില്ല. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷന് വെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ ജൂലൈ മാസം 31 ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ 12ാം ശമ്പള കമ്മീഷന്റെ റിപ്പോർട്ട് വരേണ്ടതായിരുന്നു. അത് വന്നിട്ടില്ല. അതോടൊപ്പം തന്നെ മെഡിസിപ്പിൽ അപാകതകൾ പരിഹരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കമ്മീഷനെ വെച്ചിട്ട് ആ കമ്മീഷന്റെ യാതൊരുവിധ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാത്ത സാഹചര്യത്തിലുമൊക്കെയാണ് കേരള NGO അസോസിയേഷനും കോൺഗ്രസ് അനുകൂല സംഘടനകളായിട്ടുള്ള ഏതാണ്ട് 14ഓളം സംഘടനകൾ ചേർന്ന സെറ്റോ സംഘടനകളും ഇന്ന് പണിമുടക്കുമായി വന്നിരിക്കുന്നത്. നിരവധിയായ സമരങ്ങൾ ഇതിന് മുന്നിൽ ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2024 ജനുവരി മാസം 24-ാം തീയതി സെറ്റോ സംഘടനകളുടെ നേതൃത്വത്തിൽ അന്നൊരു പണിമുടക്ക് നടത്തിയിരുന്നു. അതിന്റെ പരിണതഫലം എന്ന നിലയ്ക്കാണ് ആകപ്പാടെ 1 ഗഡു DA ഏതാണ്ട് 2% DA അന്ന് തന്ന് തരികയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഉടനെ തന്നെ ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ചാലും അതിന്റെ റിപ്പോർട്ട് മേടിച്ച് അത് വരുന്ന ഡിസംബറിലോ ജനുവരിയിലോ ഒക്കെ ആയിട്ട് ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അതിനൊരു അനോമലി കമ്മിറ്റിയെ വെച്ച് ആ കമ്മിറ്റിയുടെ തീരുമാനം വന്നതിന് വരുമ്പോഴേക്കും അടുത്ത ഇലക്ഷൻ പ്രഖ്യാപിക്കും. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ ആ ശമ്പള പരിഷ്കരണം ഇവിടെ കിട്ടില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇന്ന് ജീവനക്കാർ നിൽക്കുന്നത്. സൂചന പണിമുടക്ക് വൈകിട്ട് 5 മണി വരെ ഉണ്ടാവും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, ഇങ്ങനെയാണ് വൈകിട്ട് 5 മണി വരെ ഇത്തരത്തിലുള്ള ഒരു സൂചനാ പണിമുടക്കാണ് വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.